കുഞ്ഞ് മാതാവിനെ വെട്ടിക്കൊന്നു, അനുജൻ ജ്യേഷ്ഠനെ കുത്തിക്കൊന്നു, ഭാര്യ ഭർത്താവിനെ കൊന്നു, ഭർത്താവ് ഭാര്യയെ കൊന്നു. ആദ്യമായി ഞാൻ പറയുന്നത് മാതാപിതാക്കളോടാണ്. മക്കൾക്കിടയിലുള്ള ഏത് കാര്യവും വളരെ നീതിയോടെ പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരുടെ ഭാര്യമാർക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ വളരെ സിമ്പിളായി പരിഹരിക്കാമായിരുന്ന വിഷയമായിരുന്നിട്ട് പോലും എനിക്കിഷ്ടമുള്ള മകന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് മറ്റവന്റെ ഭാര്യയെ എതിർത്തുന്നത്, ഇങ്ങനെ മക്കളുടെ ഭാര്യമാർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മക്കൾക്കിടയിലുള്ള തർക്കങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുപോലെ സ്വത്ത് ഓഹരി വെക്കുന്നത്, ജീവിതകാലത്ത് നിങ്ങളുടെ സ്വത്തുക്കൾ വിതരണം ചെയ്യുന്നതിൽ മുഴുവൻ മക്കൾക്കും ഒരുപോലെ കൊടുക്കൽ ദീനിൽ ശറയിൽ നിർബന്ധമാണ്. ഇവിടെ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ അസ്വാരസ്യങ്ങൾ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ, അപകടങ്ങൾ ഒരായുസ് മുഴുവനും നിങ്ങളുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ആലോചിക്കുക, നിന്റെ വീട് ഒരു സ്വർഗഭൂമിയാക്കണോ അതല്ല നശീകരണത്തിന്റെ തിന്മയുടെ പ്രേതാലയമാക്കണോ എന്ന് നിനക്ക് തീരുമാനിക്കാം.